ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അതേപോലെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ്. ആദ്യമേ തന്നെ ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടോളൂ. ഈ വീഡിയോയിൽ ശരിക്കും ഒരു ആഘോഷമാണ്. ഈ ആഘോഷം നടക്കുന്നത് സിറിയയിലാണ്. സിറിയയിലെ ഡമസ്കസിലാണ് ഈ ഒരു ആഘോഷം നടക്കുന്നത്. ഈ ആഘോഷം എന്തിനാണെന്ന് പറഞ്ഞാൽ ഇന്നലെ ഡൊണാൾഡ് ട്രംപ് സിറിയയുടെ മേലിലുള്ള സാങ്ഷൻസ് എല്ലാം തന്നെ ഒഫീഷ്യലി നീക്കം ചെയ്തുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിന് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ സാങ്ഷൻസ് എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും ഈ സാങ്ഷൻസ് എന്താണെന്നുള്ളത്. അതായത് അമേരിക്കയ്ക്ക് വേണ്ടാത്ത രാജ്യങ്ങളുടെ മേളിൽ അവർ ഏർപ്പെടുത്തുന്ന ഉപരോധം. സിറിയയിൽ ഇതിനു മുമ്പ് അസാദ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അസാദ്, അതേപോലെ തന്നെ ഇറാൻ, ഇറാഖ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ആ രീതിയിലുള്ള കുറച്ച് രാജ്യങ്ങൾക്കെതിരെയൊക്കെ സാങ്ഷൻസ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സാങ്ഷൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് പിന്നെ മറ്റുള്ള രാജ്യങ്ങൾ കൂടി ചേർന്ന് ഒരു ബിസിനസ്സും കൂടുതൽ അങ്ങ് ചെയ്യില്ല. അതിലുപരിയായിട്ട് അവർക്ക് വളരെ ഫ്രീ ആയിട്ട് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ടാവും. അതാണ് ഈ സാങ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷയം സാങ്ഷൻസ് അല്ല. നമ്മുടെ വിഷയം ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ സാങ്ഷൻസ് മാറിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ തന്നെ സിറിയയ്ക്കുള്ളിൽ ആയുധങ്ങൾ, അതായത് ഈ HTS ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള ഈ നിലവിലെ സിറിയ ഭരിക്കുന്ന ഭരണകൂടത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ, ഏതാണ്ട് 300ഓളം ടാങ്ക്, അതിൽ കുറേ എണ്ണം തുർക്കിയുടേത്, പിന്നെ കുറച്ച് അമേരിക്കയുടെ ഭാഗത്തുനിന്ന്, അങ്ങനെ ഒരു 300 ടാങ്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇത് സാങ്ഷൻ എടുത്ത് മാറ്റിയതിൻ്റെ സൂചനയായിട്ടാണ് ഈ ആയുധങ്ങൾ ഇപ്പോൾ ഇറക്കി കൊടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് സിറിയയ്ക്ക് ഉള്ളിൽ ഉണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം ഇസ്രായേൽ തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുമായിരുന്നു. കാരണം ഇത് തീവ്രവാദികളാണ്. അവരുടെ കയ്യിൽ ഈ രീതിയിലുള്ള ആയുധങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരത് ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഇസ്രായേൽ ആ രീതിയിൽ പെരുമാറിയത്. പക്ഷേ ഇപ്പം ഇസ്രായേലുമായിട്ട് ഒരു നോർമലൈസേഷന് തയ്യാറാണ് എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിലാണ് നിലവിൽ ഈ സാങ്ഷൻസ് എടുത്ത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സിറിയയ്ക്കുള്ളിൽ മീഡിയ പ്രൊപ്പഗൻഡ ഉണ്ട്. മീഡിയ പല രീതിയിൽ വാർത്തകൾ കെട്ടിച്ചമയ്ക്കുന്നുണ്ട്. അതായത് സിറിയൻ ഗവൺമെന്റിന്റെ പ്രീമെച്യൂർ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഇസ്രായേലുമായിട്ടുള്ള ഒരു നോർമലൈസേഷൻ എന്നാണ് സിറിയയ്ക്കുള്ളിലെ മീഡിയ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. ശരിക്കും അത് മീഡിയയുടെ മാത്രം നെറേറ്റീവാണ്. അത് സിറിയൻ ഭരണകൂടത്തിന്റെ അഥവാ HTS അഹമ്മദ് അൽ ഷാര ഭരണകൂടത്തിന്റെ തീരുമാനമല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഇസ്രായേലുമായിട്ടുള്ള നോർമലൈസേഷന് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് അമേരിക്ക ഈ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റിയും ഈ രീതിയിൽ സാങ്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് സിറിയയെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടറിയണം. IAEA, യുണൈറ്റഡ് നേഷൻസിൻ്റെ ന്യൂക്ലിയർ വാച്ച് ഡോഗ്, അവരുടെ എംപ്ലോയീസ് ഒക്കെ ഇറാൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഏത് നേരത്തും ഇവർ പിടിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഇവരെ ഇറാൻ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് ഇവരെ എക്സിക്യൂട്ട് ചെയ്തേക്കാം എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടെൻഷൻ ഇച്ചിരി മാറിയിട്ടുണ്ട്. കാരണം ഇറാനിൽ നിന്നും IAEA ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സേഫായിട്ട് അവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡിപ്പാർച്ചർ കഴിഞ്ഞതോടുകൂടി IAEAയുടെ ചീഫായിട്ടുള്ള റഫേൽ ഗ്രോഷി അതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. IAEAയുടെ സ്റ്റാഫുകളെല്ലാം സേഫായിട്ട് തന്നെ ഇറാൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ രീതിയിലൊരു ടെൻഷൻ ഒഴിവായിട്ടുണ്ട് UN ന്യൂക്ലിയർ വാച്ച് ഡോഗിന്. അതുപോലെ തന്നെ US ഓസ്ലോയിൽ വെച്ച് ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട് നെക്സ്റ്റ് വീക്ക്. ആ മീറ്റിംഗിൽ ഈ ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗിൽ ഒരുവിധപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ പങ്കെടുക്കും. അതുപോലെ തന്നെ ഇറാനും പങ്കെടുക്കുന്നുണ്ട്. ഇറാനിലെ അബ്ബാസ് അരക്ചി ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് സ്റ്റീവ് വിറ്റ്കോഫ് അബ്ബാസ് അരക്ചിയുമായിട്ട് ഒരു മീറ്റിംഗ് നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. സോഫാർ ഇറാൻ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൽ തീർച്ചയായിട്ടും ഈ 60% എൻറിച്ച്ഡ് യുറേനിയത്തിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇറാന്റെ ഉള്ളിൽ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഷദ്മാനി. ഈ ഷദ്മാനി എന്ന് പറയുന്നത് ആയത്തുൽ ഖമനേയിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ലെവലിലുള്ള ഒരു അഡ്വൈസർ കാറ്റഗറിയിൽ വരുന്ന വ്യക്തിയാണ്. IRGCയുടെ തന്നെ അമീർ അലി ഹെജ്സാദെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. അയാൾ കൊല്ലപ്പെട്ടതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ സദ്മാനിയാണ് പ്രൊമോട്ട് ചെയ്ത പൊസിഷനിലേക്ക് കൊണ്ടുവന്നത്. അൺഫോർച്ചുനേറ്റ്ലി സദ്മാനിയും കൂടി കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഇസ്രായേൽ ടാർഗറ്റ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സദ്മാനിയുടെ ഡോട്ടർ ഇതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫാദർ പല സ്ഥലങ്ങളിലായിട്ട് എവറി ഫ്യൂ അവേഴ്സ്, ഓരോ 4 മണിക്കൂർ 5 മണിക്കൂർ കൂടുമ്പോഴും വേറെ സ്ഥലത്തേക്ക് മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഈ ഒരു ത്രെട്ട് തന്നെയാണ്. കാരണം മൊസാദിൻ്റെ ത്രെട്ട്, മൊസാദിൻ്റെ പേടി. അപ്പോൾ
അപ്പം കൂടെയുള്ള ആൾക്കാർക്കൊക്കെ ഇതേപോലെ ഭീഷണി ഉണ്ട് എന്നുള്ള ഒരു വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് മാറി മാറി താമസിച്ചത്. എന്നിരുന്നാലും ഇസ്രായേലിന്റെ ടാർഗറ്റിൽ നിന്നും രക്ഷ നേടാനായില്ല എന്നാണ് ഷദ്മാനിയുടെ മകൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ ഗട്ട്സ് പറഞ്ഞിരിക്കുന്നത് മിലിറ്ററി ഈസ് പ്രിപ്പയർ, അതായത് അവരുടെ മിലിറ്ററി പ്രിപ്പയർ ആണ്, തയ്യാറാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ പ്രിവെന്റ് ഇറാൻ ഫ്രം റീസ്റ്റോറിങ് ന്യൂക്ലിയർ ഫെസിലിറ്റീസ്. അതായത് ഈ ഇപ്പം ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്ന് തകർത്ത് തരിപ്പണമാക്കിയ ഈ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി റീസ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ അറ്റാക്ക് നടത്തും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതിലുപരിയായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയുന്നുണ്ട്. ഇത് ഇസ്രായേൽ UN പറഞ്ഞതാണ്. ഇസ്രായേലിന്റെ റെപ്രസെന്റേറ്റീവ് UN വെച്ചിട്ട് പറഞ്ഞത്, ഇറാൻ ഏതെങ്കിലും രാജ്യങ്ങളുടെ അടുത്ത് നിന്ന് ന്യൂക്ലിയർ വെപ്പൺ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാൻ തീരുമാനിക്കുന്നെങ്കിലും ഞങ്ങൾ ആക്രമിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഏത് വിധേനയും സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലും ശരി, എവിടെന്നെങ്കിലും മേടിച്ച് വെച്ചാലും ശരി, ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഇവരുടെ എക്സിക്യൂഷൻ, ഇപ്പം ഇറാനിലെ എക്സിക്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വല്ലാത്ത സംഭവമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസത്തിനകത്ത് തന്നെ 21 പേരെ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ച് തൂക്കിക്കൊന്നിട്ടുണ്ട്. ഇതിൽ 6 പേര് മാത്രമാണ് ചാരപ്പണി എന്നുള്ള രീതിയിലുള്ള ആരോപണം ഉന്നയിച്ച് തൂക്കിക്കൊന്നിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഇവർക്ക് മറ്റുള്ള രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവരുടെ പേരിലൊക്കെ ആരോപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇസ്ലാമിക നിയമങ്ങളിലേക്ക് ഉണ്ടാക്കുന്ന വയലേഷൻ, ഇസ്ലാമിക് ലോ വയലേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നതായിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. 700-ലധികം പേരെ ഈ ഒരു ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ച്, അതിൽ അഫ്ഗാനിസ്ഥാനിൽപ്പെട്ട ആൾക്കാരുണ്ട്, കുർദിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ട്, അറബ്സ് ഉണ്ട്, ഇറാനിയൻ ഒറിജിനൽ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ബലൂച്ച് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇങ്ങനെ മൈനോറിറ്റിയിൽപ്പെട്ട ആൾക്കാരെയൊക്കെ ഇവർ പിടിക്കുന്നുണ്ട്. ഈ പിടിച്ചിട്ട് ഇവരുടെയൊക്കെ ട്രയൽ എന്ന് പറയുന്നത് വെറും 10 മിനിറ്റ് ആണ്, അത്രേ, ജസ്റ്റ് 10 മിനിറ്റ്സ് ട്രയൽ. അതോടുകൂടി അങ്ങ് വിധിക്കുകയാണ്. പിന്നെ അങ്ങ് ഡയറക്റ്റ് എക്സിക്യൂഷനാണ്. ഈ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഞാൻ ഈ ഇമേജിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഈ ഉടൻ റാമ്പ് ഇങ്ങനെ വരിഞ്ഞു മുറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിട്ട് അങ്ങ് ചറപറ തൂക്കുകയാണ്. ഇതാണ് സംഭവം. ഇത് ശരിക്കും ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. ഇതിനെതിരെ UN അല്ല, പല സംഘടനകളും ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞു. പക്ഷേ ഇറാനുള്ളിൽ ചെന്നിട്ട് ഇതിനകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നിലവിൽ ഈ കാട്ടുവാസികൾ കാണിക്കുന്ന അതേ തരത്തിലുള്ള പ്രക്രിയയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 612 പേരെ ഫസ്റ്റ് ഹാഫ്, അതായത് ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 2025 612 പേരെ അവരുടെ സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ പിടിച്ച് തൂക്കിക്കൊന്നിട്ടുണ്ട് ഇറാൻ. 2024 972 പേരെ തൂക്കിക്കൊന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇതുപോലത്തെ വളരെ ഷോർട്ട് ട്രയൽ നടത്തിയിട്ടാണ് ഇവരെയൊക്കെ വിധിക്കുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇതുപോലത്തെ പ്രവൃത്തി ചെയ്തിട്ടാണ്. ഇതിൽ ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ ഇപ്പൊ ഈ 2025 612 പേരെ തൂക്കിക്കൊന്നതിൽ 98 പേര് ഈ ജൂൺ മാസത്തിലെ ഫസ്റ്റ് ആ ഒരു 10 ദിവസത്തിനുള്ളിൽ 98 പേരെ തൂക്കിക്കൊന്നിട്ടുണ്ട്. ഇതിൽ 32 പേര് ഇസ്ലാമിക് ലോ വയലേറ്റ് ചെയ്യുന്നതിന്റെ പേരിലാണ് തൂക്കിക്കൊന്നത്. ഇതൊക്കെയാണ് ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് ഞാൻ ഈ ഇറാൻ ഇസ്രായേൽ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്പൈ അഥവാ മൊസാദുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പിടിച്ച് തൂക്കിക്കൊന്നതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത അഡീഷണൽ കേസുകളാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഏതാണ്ട് ഒരു 750 പേരെ ഈ റീസെന്റ് ആയിട്ട് ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സ്പൈ വർക്ക് ചെയ്തു എന്നുള്ള പേരിൽ പിടിച്ച് തൂക്കിക്കൊന്നിട്ടുണ്ട്. അപ്പൊ ആ കേസിൽ കുറെ ഇറാനിയൻ പൗരന്മാരുണ്ട്, അവരുടെയൊക്കെ ഫാമിലീസ്, റിലേറ്റീവ്സ്, ഇവരെല്ലാം തന്നെ വലിയൊരു സംഘം പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് വെക്കാം. അതായത് ഇറാന്റെ ഉള്ളിലെ ജനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് പോകുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഇസ്ലാമിക് ലോ വയലേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള വസ്ത്രധാരണയിലാണ് ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ 2 ദിവസമായിട്ട് ഇറാന്റെ ഉള്ളിൽ തെഹ്റാന്റെ ഭാഗത്ത് ഒരു പ്രത്യേക ഏരിയയിലാണ് ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. ഇത് വളരെ സ്ലോ മൂവിംഗ് പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. കാരണം IRGCയുടെ ഉദ്യോഗസ്ഥർ പുറത്ത് കൂടുതൽ വരാത്തതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ശക്തമായ നടപടികൾ ഇതുവരെ എടുക്കാൻ ആരും തന്നെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റ് കുറച്ചിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ഇവര് പഴയ 1979 മുമ്പുള്ള ഒരു നാഷണൽ ആന്തം ഇവർ പാടുന്നുണ്ട്. അങ്ങനെ ഈ നാഷണൽ ആന്തം ചൊല്ലിക്കൊണ്ടാണ് ഈ പ്രക്ഷോഭം, അതായത് 1979 ഷാ ഭരണകൂടത്തിന്റെ സമയത്ത് ചൊല്ലിയിരുന്ന ആ ദേശീയ ഗാനമാണ് ഇവർ ചൊല്ലിക്കൊണ്ട് ഈ പ്രക്ഷോഭം മുന്നോട്ട് നയിക്കുന്നത്. അതിലുപരിയായിട്ട് ഇവർ പറയുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരങ്ങളെ തൂക്കിക്കൊന്നവർക്കെതിരെയാണ് ഈ സമരം എന്നാണ് അവർ പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നത്.
അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് ഇറാന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. ഉള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.